കണ്ടത് നിജം, വെട്ടിയിട്ട വാഴത്തണ്ട്, പിന്നെ കഞ്ഞി എടുക്കട്ടെ, പവിത്രം ഫ്ലോർ മില്ല്, കുറെ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലാലേട്ടനും ശോഭന മാമും ഇത് എല്ലാ ശോഭന മാമിന് എല്ലാം കിട്ടിയായിരുന്നോ ഈ ഡയലോഗുകളൊക്കെ? പുള്ളിക്കാരി ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? പുള്ളിക്കാരിക്ക് ഈ നമ്മുടെ കഞ്ഞി അത്ര മനസ്സിലായില്ല. അത് തരുണിന്റെ പണിയാണത്. തരുൺ ചെന്ന് നമുക്കത് പറയും ചെലവിൻ ചേട്ടാ, അവന് ഈ എന്നെ പോയി പറഞ്ഞു. ഞങ്ങൾ എട്ടാളും കൂടിയാ പോയത്. തരുൺ ലാലേട്ടനോട്, അപ്പോഴാണ് ലാലേട്ടൻ കൂടെ പറഞ്ഞത് നിങ്ങളെങ്കിൽ വാഴത്തണ്ട് പറയാം. മാമിന് ആ വാഴത്തണ്ടും വലിയ ഐഡിയ കിട്ടിയില്ല. അല്ല മൂപ്പത്തിക്ക് അതെന്താന്നുള്ളത് ട്രോളാണെന്നുള്ളത് കിട്ടിയിട്ടില്ല. മൂപ്പത്തിനെ കൂടെ എന്നെ നീங்க എല്ലാരും സ്ഥിരിക്കണേ. അപ്പൊ മാമിനോട് തരുൺ പറഞ്ഞു ഇങ്ങനൊരു ട്രോള് വന്നിരുന്നു, ലാൽ സാറിന്റെ ട്രോളാണ് അത്, ലാൽ സാറിനെ കൊണ്ട് തന്നെ പറയും. സെൽഫ് ട്രോള് ഭയങ്കര രസമായിരുന്നു. കൺകണ്ടത് നിജമായിരുന്നു. ആൾക്കാർ പ്രതീക്ഷിക്കാത്തൊരു പരിപാടി. അതെങ്ങനെ അതും സ്പോട്ടാ? മിസ്റ്റർ തരുൺമൂർത്തിയുടെ കലാവിരുതാണ്. അതിലെ എപ്പോഴും ഒരു റിസ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പടം തുടങ്ങുന്ന രീതിയിലും അവസാനിക്കുന്ന മറ്റു രീതിയിലുള്ള പടം, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് അങ്ങനെ എലിവേറ്റ് ആവുന്ന പടത്തില് ഈ സ്പൂഫും കോമഡിയും ട്രോളും ഒക്കെ കൊണ്ടുവരുന്ന ഇല്ല. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഒരു റിസ്ക് എലമെന്റ് ചെറുതായിട്ടുണ്ടാവില്ല. ഈ ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു തമാശ ഉണ്ടല്ലോ ഇവരൊക്കെ ഉള്ള, നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അത്രയും ഹാപ്പി ആയി പോകുന്ന ഒരു ഫാമിലിയിലേക്കാണ് ഇങ്ങനെ ഒരു രണ്ടാൾക്കാർ കയറി കുറച്ച് പ്രശ്നങ്ങൾ ഇതാക്കി കൊടുക്കുന്നത്. അങ്ങനെ ആ ഫാമിലി എന്താണെന്നും അവര് ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് അവിടെ ജീവിച്ചു പോയിട്ട് അവർക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ഇതിന്റെ അകത്ത് 2 പേര് കാരണക്കാരാ വേറെയും. ഒന്ന് മിസ്റ്റർ സംഗീത് പ്രതാപും ഒരു അബിൻ ബിനോയും കാരണക്കാരാ. അവര് 2 പേരും ഇതിന് കാരണക്കാരാണ്. അവരില്ലെങ്കിൽ അവരിപ്പോ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ആരാ അവരെ നേരേക്ക് തിരിച്ചില്ല. അബിൻ ബിനോ സംഗീത ഒരു പോക്ക് ആദ്യം പോയി, അതിന്റെ പിന്നാലെ അബിൻ ബിനോ അവസാനം വരുന്നത്. സംഗീത അവരുടെ റോളുകളാണ് മറ്റേ ഇമ്പോർട്ടൻസ് ഉള്ള. അവര് ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കഥയില്ല, ആ കുടുംബം ഹാപ്പി ആയിട്ട് ജീവിച്ചു പോയത്. ഇതിലെ കാറ്, സ്പ്ലെൻഡർ ബൈക്ക്, ഇത് ഫിക്സ് ചെയ്യുന്നേ കാരണം അതും ഇമ്പോർട്ടന്റ് ആണല്ലോ. എന്ത് കാർ ഇയാൾ ഓടിക്കണം, എന്ത് ബൈക്ക് ഇയാൾ കൊണ്ട് നടക്കണം, അംബാസഡർ എന്നുള്ളത് കറുപ്പ് അംബാസഡർ എന്നുള്ള, അല്ലെങ്കിൽ അത് കഥയിൽ തന്നെ നമ്മൾ ഇത്രയും പഴയ വണ്ടി. പക്ഷെ അത് സുനിലേട്ടന്റെ കഥയിൽ തന്നെ 2 വണ്ടിയായിരുന്നു. അത് ലൈക്ക് 2 കാർ ഉണ്ടായിരുന്നു നമുക്ക്. കാരണം എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അടുത്ത യൂസ് ചെയ്യാൻ വേണ്ടി ഒരേ മാരത്തെ രഞ്ജിത്തേട്ടൻ 2 എണ്ണം കണ്ടുപിടിച്ച് ഒരേ മാതിരി സെറ്റ് ചെയ്ത് അത് നോക്കാൻ ആനയെ നോക്കുന്ന മാതിരി അതിന് 2 പാപ്പാന്മാരും ഉണ്ടായിരുന്നു, 2 ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് അത് ടേക്ക് കെയർ ചെയ്യുക, അവരാണ് അത് സെറ്റ് കൊണ്ടുവരിക. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ചോദിക്കും കാറ് വേണോ എന്ന് ചോദിക്കുമ്പോൾ 2 കാറും വന്ന് നിൽക്കും. സോ ലൈക്ക് അത് പിന്നെ സ്പ്ലെൻഡർ ബൈക്കുകൾ നമ്മളത് ലിസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അത് ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ അത് ആക്ച്വലി അബിൻ ബിനോന്റെ ബൈക്കാണ്, സ്പ്ലെൻഡർ ബൈക്ക് അബിൻ ബിനോന്റെ. അപ്പം നമുക്ക് അതൊരു സ്പ്ലെൻഡർ ബൈക്ക് ആയിരിക്കണം. കാരണം ഈ വർക്ക്ഷോപ്പ് നടത്തുന്നവരോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നവരോ അവരെ വണ്ടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ഭയങ്കര ഭയങ്കര തിളക്കത്തോടെ നടക്കും. അപ്പം നമ്മളങ്ങനെ സ്പ്ലെൻഡറും അതിന്റെ ഹാൻഡിൽ നമ്മൾ വേറെ രീതിയിൽ, അതായത് സ്പ്ലെൻഡർ ബൈക്കിന്റെ ഹാൻഡിൽ അല്ലാത്ത ഹാൻഡിൽ അതിനൊരു റേസിംഗ് മെത്തേഡും, അതായത് അവന്റെ വണ്ടിയാണ്, അവനത് അത്രയും വൃത്തി കൊണ്ടു നടക്കുന്നതാണ്. അതിലെ ഓരോ വണ്ടികൾ നമ്മൾ പിക്ക് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ കഥയോട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ കഥക്കത് ചേരൂ എന്ന് അതിന്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് ഓരോന്നും പിക്ക് ചെയ്യുന്നത്. വിജയ് സേതുപതിയുടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് അതെന്താണ് ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാന്നുണ്ട്. എങ്ങനെ പുള്ളിയുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ കൂടുതൽ വിജയ് സേതുപതി ഉണ്ട്, കണ്ടുണ്ടോ? എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ സനു എം രാജു, അവരെ കാണാൻ ഭയങ്കര വിജയ് സേതുപതി. അത് ലാലേട്ടർ വിലങ്ങനെ അത് തന്നെ അവര് ഭയങ്കര വെരി സിമിലർ. ഞങ്ങള് പറഞ്ഞ കാരണം ആ ബോഡി അകത്തേക്ക് എടുക്കുന്നത് അത് സനുവാണ്. അതിന്റെ ഇൻ കേസ് കാറ്റടിച്ച് മാറിപ്പോയാലും
ഞങ്ങളത് പറഞ്ഞപ്പോ അതിനെ മഴ വെച്ചിട്ടുണ്ട്. അല്ല പുള്ളിയോട് പറഞ്ഞായിരുന്നു വിജയ് സേതു പറയാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായിരുന്നു ശരിക്കും പുള്ളിയുടെ ഒരു ഇങ്ങനത്തെ ഒരു പടം, മോഹൻലാൽ പടം എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാവില്ല. പിന്നെ രഞ്ജിത്തേട്ടനും തരുണും ഡീൽ ചെയ്യല്ലോ. പിന്നെ നമ്മള് ആ ഭാഗത്തേക്ക് പോണ്ട. അതൊക്കെ അവരെ നിലക്ക് വെച്ചു കൊടുക്കും. CI ജോർജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പൊ SI ബെന്നി പോലെ. ഓ എന്റെ അമ്മേ. SI വിധി കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആണെങ്കിലും ജോർജ് സാറിന് നല്ല പേടിയുണ്ടായിരുന്നു. വേനിപ്പിക്ക് എന്നാണ് പറയുന്നത്. കാരണം എനിക്കറിയാം എത്ര വേനിപ്പിച്ചാലും എത്രയും വേനയാവില്ല. മറ്റേത് പ്രകാശ് സാർ എങ്ങാനും വേദനിപ്പിച്ചാൽ അത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ കുഴപ്പമില്ല ഞാൻ അടി എനിക്ക് ഇഷ്ടമാണല്ലോ. അത് ഇവര് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തരുൺ സാർ വരും, ഇങ്ങനെയാണ് അടിക്കേണ്ടത്. കാരണം ഷാജ് സാർ പറഞ്ഞ് ഇത് വെച്ചടിക്കുന്ന മാതിരി ഉണ്ട്. എന്നിട്ട് ഓരോ ആൾക്കാരും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് അടിക്കേണ്ടത്. എന്നിട്ട് ക്യാമറമാൻ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെയാണ് അടിക്കേണ്ടത്. അത് എന്നിട്ട് അവസാനം ഓക്കെ ആയി, അടിസീൻ ഓക്കെ ആയി. ഇങ്ങനെ വായിൽ വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവസാനം ഒറിജിനൽ ജോർജ് സാർ ഇറങ്ങി വന്ന് അവസാനം ശരിക്കും ആ ഒരു ഇത് ഞാൻ ശരിക്കും ആ ഒരു മുഖം കണ്ട്, പുള്ളിയുടെ നല്ലൊരു സ്ട്രോങ് മുഖം കണ്ടു. അത് ശരിക്കും എനിക്ക് കൊണ്ട് ആ ഒരു ഓറയും കൊണ്ട് വേദനയും കൊണ്ട് ശരിക്കും എക്സ്പ്രഷൻ വന്നു. അത് ആണെങ്കിലും അത് ശരിക്കും മൂപ്പർക്ക് ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു പേടിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് മൂപ്പര് ഭയങ്കര കൺസേൺ ആയി. അയ്യോ കുഴപ്പമുണ്ടോ, എന്താ ചെറുതായിട്ടൊന്ന് ചുണ്ട് പോയി. ശോഭനപാട് ഇറങ്ങി വന്നിട്ട് ഇതെന്താണ് കാണിച്ചു വെച്ചത്, അയ്യോ പാവം കൊച്ചു. എക്സ്പ്രഷൻ പുള്ളിയുടെ മുഖത്തെത്തി. കാരണം എന്താ വെച്ചാല് ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വായോറക്കടി എന്ന് പറയുന്നതിൽ ഇങ്ങനെ സ്ലിപ്പായി നേരെ ചുണ്ടിനുമുണ്ട്. ചുണ്ടും പല്ലും തട്ടിയിട്ട് ഇവിടെ പൊട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി ചെറുത്. ഇവള് സംഗതി അത് പൊട്ടിയതല്ല, സംഗതി പ്രകാശന്റെ മുഖം കണ്ടിട്ട് ശരിക്ക് പോയി. ശരിക്കും വെള്ളം പേടിച്ചു. ഇവള് ഒന്നായിട്ട് പേടിച്ചു. പ്രകാശനെ എല്ലാരും വിചാരിക്കും പടത്ത് കാണുമ്പോ ഞാനാണ് കൂടുതൽ പേടിപ്പിച്ചത്. നമ്മള് പ്രകാശനെ കണ്ടിട്ടാണ് പേടിച്ചത്. നന്നായി പേടിച്ചിരുന്നു. നന്നായി പേടിച്ച് ഇവള് ഒന്നല്ല നല്ല രീതിയിൽ പതറി. കാരണം മൂപ്പര അയ്യോ പുള്ളി തട്ടുപറയിലും പുള്ളി അയ്യോ കാരണം പുള്ളിക്കും ഇവിടെ ഇതേ പ്രായത്തിൽ മോളുണ്ട്. പുള്ളി വാൻ കാണിച്ചോ എന്നിട്ട് ഐസാണോ ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മാഡം വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, മാങ്ങയൊക്കെ മുറിച്ച് കൈക്ക്. എന്നിട്ട് ഐസാണോ, ഇതിന് പ്രശ്നമുണ്ടോ, അയ്യോ സോറി, ഫുള്ള് സോറി പറച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മുറിഞ്ഞതല്ലായിരുന്നു, അത് മനസ്സിലാവുന്നു. ഞാൻ പ്രകാശേട്ടാ മുറിഞ്ഞതല്ല, നിങ്ങളുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് എല്ലാരും ഓക്കെ അതല്ല പ്രശ്നം, ഓളെ പ്രശ്നം വേറെയാണ്. നിങ്ങളെ കണ്ടിട്ട് ആകെ കിളി പോയതാണ്. ഞാൻ അത് തിയേറ്ററിൽ പ്രേക്ഷകരുടെ മുഖത്തുണ്ടായിരുന്നു അതേ ഭാവം.